എല്ലാവരും താഴേക്ക് ട്രേഡ് എടുക്കാൻ നോക്കുക. പക്ഷെ നമ്മൾ ട്രേഡ് എടുക്കാൻ പഠിക്കുക മുകളിലേക്ക്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് ട്രേഡ് എടുക്കും. ഇതിൻ്റെ ഇടയിൽ എസ് വെച്ചിട്ട് ടാർഗറ്റ് മാക്സിമം ഈ ഒരു റേഞ്ചിൽ വയ്ക്കും. ഓക്കെ, ഹിറ്റ് ആവുണ്ടോ ഇല്ലയോ നിങ്ങൾ ലൈവിൽ നോക്കിക്കോട്ടെ. ചാർട്ടിൽ നമുക്ക് ട്രേഡ് എടുത്ത് നോക്കാം. എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, മാർക്കറ്റ് മുകളിൽ നിന്ന് താഴേക്ക് വന്നു. ട്രേഡ് നമ്മൾ മിസ്സായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ഞാൻ എടുത്തിട്ടില്ല. മാർക്കറ്റ് ഇവിടം വരെ വന്നില്ല. ഇങ്ങനെ ഒരു ഡബ്ല്യു പാറ്റേൺ തന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു? മുകളിൽ പോയി അല്ലേ. ഇവിടെ വന്നിട്ട് സെല്ലേഴ്സ് വന്ന് ഫെയിലായി, ആര് ബയ്യേഴ്സ് ഡൊമിനേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ആര് കൂടുതലാണ്? ഈ ഒരു ഏരിയയിൽ ബയ്യേഴ്സ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുന്ന് ഈ പ്രഷർ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ എസ് എൽ വെച്ചൂടെ? വയ്ക്കാം. ടാർജറ്റ് എവിടെ വയ്ക്കും? മാക്സിമം ഒരു 20-25 പോയിൻറ്റ് ടാർജറ്റ് വയ്ക്കാം. അപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് പോയി മൂവ്മെൻ്റ് ആയി. ഇതിൻ്റെ ഇടയിൽ നിന്ന് എടുത്ത പണീന് നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ 2 ക്വാണ്ടിറ്റി എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എസ് എൽ എവിടെ വയ്ക്കും? ഇതിൻ്റെ താഴെ വയ്ക്കും. ഓക്കെ, 81.40 എസ് എൽ വയ്ക്കാം. നമുക്ക് ടാർജറ്റ് എത്ര വയ്ക്കണം? ഒരു ഈ റേഞ്ചിൽ വയ്ക്കാം. അതായത് എനിക്ക് കിട്ടിയത് എൻട്രി കിട്ടിയത് ഇവിടെ നിന്ന് കണ്ടാണ്. ഓക്കെ, ഈ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഇത് ആഫ്റ്റർ റെക്കോർഡിംഗ് ആണ്. ഓക്കെ, ബാക്കി മറ്റേ വോയിസൊക്കെ ഞാൻ ചെയ്യുന്ന നേരത്തെ തന്നെ പറഞ്ഞതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇതിലേ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് കോഴ്സിൽ ഉൾപ്പെട്ടുകൊണ്ടാണ് മ്യൂട്ടാക്കി സ്പീഡാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പ്രകാരം ടാർഗറ്റ് വെച്ചത് അടിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ക അടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതായത് പക്ക ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആദ്യം വെച്ച ഒരു ലെവൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ പ്രോഫിറ്റ് ഇതല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. രാവിലത്തെ പ്രോഫിറ്റും ആഡ് ചെയ്തിട്ട് ഇപ്പോൾ 3 സംതിങ് ഉണ്ട്, കാണാമല്ലോ. അപ്പോൾ തന്നെ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗറിലേക്ക് വരണം ശരിക്കും മാർക്കറ്റ്. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് ശരിക്കും എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടാർഗറ്റ് കുറച്ചും കൂടി മേലേക്ക് ഇങ്ങനെ വെക്കണത്. പ്രീമിയം ശരിക്കും പമ്പ് ചെയ്തിട്ടില്ല. പമ്പ് ചെയ്യണം ശരിക്കും. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു മേ ബി ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പമ്പിങ് വിടും വരെ കാണാം. ഈ ഒരു 40ലേക്കൊക്കെ എത്തി കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റായി. എക്സിറ്റ് അടിച്ച് മാറാമെന്നുള്ളതായിരിക്കും. ഓക്കെ, പിന്നെ ഇതിലേറ്റവും വലുതേ ഇതുപോലെ വരുമ്പോൾ ക്ഷമ വേണം. ഇപ്പം ഇങ്ങനെ പ്രോഫിറ്റൊക്കെ 2000, 4000, 3000 ഒക്കെ കാണിക്കുമ്പോൾ ഇത്ര മതി എന്നുള്ള വെച്ച് ഇറങ്ങരുത്. അപ്പോഴാവും നമുക്ക് നല്ല ചാൻസുകൾ പോവുക. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റ് കൂടുമ്പോൾ നല്ല രസമാണ്. പക്ഷെ വെയിറ്റ് ചെയ്യുക, ക്ഷമിക്കുക. നമ്മൾ ആ ഒരു ലെവൽ വെച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു സോണിലേക്ക് എത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് റിജക്റ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു സോണ് വരെ വെയിറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മുമ്പ് ഇവിടെ ഇംബാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇംബാലൻസ് ഉണ്ട്, ഗ്യാപ്പ് അല്ലേ. അപ്പോൾ മേ ബി അവിടേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല റിവാർഡ് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓരോന്ന് നോക്കുകയാണെങ്കിൽ ഒരു 4000 അടുത്ത് കണ്ട പ്രോഫിറ്റ് ആയിട്ടുണ്ട് നമ്മൾ. എന്നാലും ഒരു 6000 ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അറൗണ്ട് ഇനി ഒരു 10 ഇത് ഇത്ര ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ ആക്സിറ്റ് അടിക്കും. 140 എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നോക്കാം. അല്ലെങ്കിൽ ഒരു പമ്പിങ് കിട്ടുകയാണെങ്കിൽ അതിൽ നമുക്ക് എക്സിറ്റ് അടിക്കാം.
അതെന്തുകൊണ്ടാണ് പറയണത് വെച്ചാൽ പ്രീമിയത്തിലേ ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ എത്തുമ്പോൾ സ്റ്റക്ക് ആവണണ്ട. ഓക്കെ, ഒരു പമ്പിങ് തന്നില്ലല്ലോ, അവിടുന്ന് റിവേഴ്സ് ആവണണ്ട. അതതിനൊരു റീസൺ ഉണ്ട്, അതാണ് ഞാൻ പറയണത്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. ഇന്നലത്തെ ലോസ് ഒന്ന് കവറായി കഴിഞ്ഞാൽ 5 രൂപ കിട്ടി കഴിഞ്ഞാൽ ഇറങ്ങാം. ആവശ്യത്തിനായിട്ട് ഓക്കെ, 5 എന്തായാലും ഞാനൊരു കാര്യം ചെയ്യും, ആ ഗ്യാപ്പും കൂടി ഫില്ല് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഇത്തിരി പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര ട്രേഡ് എടുക്കുമ്പോഴേ നമ്മളെപ്പോഴും സമാധാനമുള്ള സ്ഥലത്ത് പോയിരുന്ന് എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. ലോസായ നിർത്തുക. ഓക്കെ, എനിക്ക് ഈ പുറത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് എനിക്ക് എക്സിറ്റ് അടിക്കേണ്ടി വന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ടാർഗറ്റ് അടിക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നോക്കിയിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് എക്സിറ്റായി. എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പൊസിഷനിൽ നിന്ന് എക്സിറ്റായി. ടാർഗറ്റ് അടിക്കുന്നു. അയ്യോ എനിക്ക് പിന്നെ ഇതിൽ അയ്യോ പോയല്ലോ, എനിക്ക് എടുക്കാമായിരുന്നല്ലോ, ആ ഒരു വിഷമമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നാളെയായാലും മറ്റന്നാളായാലും ട്രേഡ് കിട്ടും. നമ്മൾ ടാർഗറ്റ് അടിക്കുകയോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പറയണത് വേറൊന്നുമല്ല, ക്ഷമിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കയറിയിട്ടൊന്നും ട്രേഡ് എടുക്കാൻ പാടില്ല. ഓക്കെ, ക്ഷമിക്കുക, ക്ഷമിച്ചിരിക്കുക ടാർഗറ്റ് അടിക്കുന്നവരെ. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം 140 വന്നതുകൊണ്ട് തന്നെ എന്തായാലും ആ ഒരു ഗ്യാപ്പ് വന്ന് ഫില്ല് ചെയ്തിരിക്കും മാർക്കറ്റ്. ഡെഫിനറ്റ്ലി ഇത് വന്ന് ഫില്ല് ചെയ്തിരിക്കുന്നു. പിന്നെ ഈ പ്രീമിയം എങ്ങനെയാണ് നോക്കണ്ടതെന്ന് സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് വേറെ ഒന്നല്ല, എനിക്ക് ഒഴിവില്ല എന്നാമത്. ഓരോ കാര്യങ്ങൾക്ക് നടക്കണമുണ്ട്. ചിലർ വിചാരിക്കണം ഇത്രയും വലിയ തിരക്ക് എന്താണെന്നുള്ളത്. അത് ഓരോരുത്തരുടെ ലൈഫിൽ അങ്ങനെയാണ്, ഓരോരുത്തർക്ക് ഓരോ തിരക്കാണ്. പിന്നെ ഒന്നാമത് എനിക്കെപ്പോഴേ പീസ്ഫുള്ളായിട്ടുള്ള ആ ഒരു ലൈഫാണ് ഇഷ്ടം, ഒച്ചമ്പളമൊന്നും ഇല്ലാതെ. പക്ഷെ അങ്ങനെ കിട്ടണില്ല, ഓരോ കാര്യങ്ങൾക്ക് പോകണമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ചില ടൈമിൽ ലോസ് വരുന്നതും പ്രോഫിറ്റ് കൂടുതൽ എടുക്കാൻ പറ്റാത്തതും. SL കൂടുതൽ ഇതിൻ്റെ അടിയിലായിരിക്കും, ഈ കൺസോൾട്ടേഷൻ്റെ അടിയിലേക്ക്. ഇത് പിന്നെ ഇത് വന്ന് ഇതിലൊന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഒരു റിവേഴ്സ് പോകണ കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഡെയിലി ട്രേഡ് എടുക്കാൻ പറ്റും. പക്ക നമുക്കൊരു സെറ്റപ്പ് എപ്പോഴും വേണം. പിന്നെ ഞാനിത് ഹോൾഡ് ചെയ്യാത്ത വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പുറത്ത് പോയിരുന്നു. എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുറത്ത് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇന്നലെ SL ഇട്ട് വെച്ചു എന്ന് വെച്ചിട്ടാണ് ഞാൻ പുറത്ത് പോയത്. അപ്പോൾ SL ഹിറ്റായി, ടാർഗറ്റ് അടിച്ചു, ഒരൊറ്റ പമ്പിങ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.